Hi friends, welcome to Aisha's Kitchen. ഇന്നത്തെ റെസിപ്പി നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ്. ലക്നോയി ബിരിയാണി റെസിപ്പി. ഇതിന് വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണി റെസിപ്പീസ് എന്നൊരു ടൈറ്റിൽ കൂടിയുണ്ട്. ഇത് സാധാരണ നമ്മൾ ദം ബിരിയാണി ഒക്കെ തയ്യാറാക്കുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത് എങ്കിലും ഇതിൽ സ്പൈസ് പൗഡേഴ്സ് ആയിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ തക്കാളി നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് പോലും ഇത് സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി, ലക്നോയി ബിരിയാണി എങ്ങനെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 3 കപ്പ് ബസ്മതി റൈസ്, നല്ല നീളമുള്ള ബസ്മതി റൈസ് ഒരു 20 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ അരി നന്നായിട്ട് കഴുകണം. 2-3 വട്ടം നന്നായിട്ട് കഴുകിയിട്ട് വേണം സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാൻ. എന്നാലേ അരിയിലെ സ്റ്റാർച്ച് കണ്ടന്റ് ഒക്കെ പോവുള്ളൂ. എന്നാലേ നമുക്കത് കുക്ക് ചെയ്ത് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. വിശദമായിട്ട് വിവരങ്ങൾ ഞാൻ എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് കാണാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ലെങ്തി ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. 1 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. 1 കിലോ ചിക്കൻ ഞാൻ 8 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിക്കന് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് തൈര്, നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂണും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്ത ശേഷം മാത്രമേ നമ്മളിതിപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് വെള്ളമായി പോകും. ചിക്കൻ്റെ വെള്ളമൊക്കെ പുറത്തേക്ക് വന്നിട്ട് ഒരുപാട് വെള്ളമായി പോകും. ഇത് 1 ടീസ്പൂൺ റോസ് വാട്ടറും പിന്നെ 1 ടേബിൾ സ്പൂൺ പാലും അതുപോലെ 2 ഡ്രോപ്സ് യെല്ലോ ഫുഡ് കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ്ചറാണിത്. അത് നമുക്ക് ഇതിലേക്ക് അല്പം ചേർത്ത് കൊടുക്കാം. സാധാരണ ഈ ലക്നോയി ബിരിയാണിയിലൊക്കെ റെഡ് ഫുഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കൽ ഈ ചിക്കനിലേക്ക്. അപ്പോൾ നല്ല റെഡ് കളറിൽ കിട്ടും. അതുപോലെ അരിയിലേക്കും അല്പം റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കളറ് ഇതിലേക്ക് ഈ ഒരു ബിരിയാണിയിൽ കളർ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കന് ബാക്കി എല്ലാ ചേരുവകളും റെഡി ആവുന്നത് വരെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ബിരിയാണി തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതുപോലെ വലിയൊരു പാന് ചൂടാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ബിരിയാണിയിലേക്ക് ഉള്ളി നമ്മൾ വറുത്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഉള്ളി അല്പം വറുത്തെടുക്കുകയാണ് ഈ നെയ്യിൽ ആദ്യം. അപ്പോൾ ഇതിപ്പോൾ 2 ചെറിയ ഉള്ളിയാണ്, ചെറിയൊരു മീഡിയം സൈസുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ല ഫൈനായിട്ട് ഇതുപോലെ അരിയുക. എന്നിട്ട് നമുക്കിത് ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒരു ഗോൾഡൻ കളർ അതുപോലെ ക്രിസ്പി ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഉള്ളി ഇപ്പോൾ നല്ല ഗോൾഡനും അതുപോലെ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വറുത്തെടുത്ത ഉള്ളി ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളി. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ബാക്കി വന്നിട്ടുള്ള ഈ നെയ്യിലേക്ക് നമുക്ക് ഈ റോ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് വേറെ ഒരു സ്പൈസ് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതിപ്പോൾ കറാമ്പട്ടയുടെ ഇലയുണ്ട്, കറാമ്പട്ട പൊടിച്ചതുണ്ട്, പിന്നെ ഷാഹി ജീര, സാജീരകം അത് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, വലിയ ജീരകം 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, കറാമ്പൂ ഉണ്ട്, ഏലക്ക ഉണ്ട്, ജാതിപത്രി ഉണ്ട്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ നെയ്യിലേക്ക്. പിന്നെ ഇത് വഴറ്റി കൊടുക്കുന്ന സമയത്ത് അത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഈ സ്പൈസസ് ഒക്കെ കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5 എണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിലേക്ക് എരിവിനായിട്ട് നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം, എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക്. അപ്പോൾ പച്ചമുളക് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്ന ശേഷം നമുക്കിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഞാനിപ്പോൾ ഇതിലേക്ക് റോസ് വാട്ടർ ഞാൻ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തല്ലോ ചിക്കനിലേക്ക്. അപ്പോൾ അത് നിർബന്ധമാണ്. അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കരുത്. അത് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ നെയ്യിൽ ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ചിക്കന് വലിയ പീസാക്കണം എന്ന്, അത് നിർബന്ധമാണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഇതിൽ ഈ തൈരിലെ ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ട് വേണം നമുക്കിതിലേക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്രയും ടൈം നമ്മൾ ചിക്കന് വേവിച്ചെടുക്കുമ്പോൾ, വറ്റി വരുന്നവരെ വേവിച്ചെടുക്കുമ്പോൾ ചിക്കന് വേവ് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പീസാക്കി എടുക്കുക. അപ്പോൾ ചിക്കൻ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നാട്ടിലത്തെ പോലെ പാക്കറ്റ് പാൽ പോലത്തെ പാലാണ്. ഫ്രഷ് മിൽക്ക് ആണെങ്കിൽ ഒന്ന് തിളപ്പിച്ച ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഒരു പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ, പകുതി മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മളുടെ ചിക്കൻ്റെ ഗ്രേവിയിൽ ഒരുപാട് വെള്ളമുണ്ട്. തൈരിലെ വെള്ളവും അതുപോലെ പാലും എല്ലാം കൂടി ആയപ്പോൾ ഒരുപാട് വെള്ളമുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് കുക്ക് ചെയ്യണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു ഗ്രേവി നല്ല തിക്കായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് തിക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അരിയും നന്നായിട്ട് വേവിച്ചെടുക്കാം, നല്ല പെർഫെക്റ്റ് ആയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വലിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനിപ്പോൾ മെഷർമെൻ്റ് ഒന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ വെള്ളം ഏകദേശം തിളയ്ക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് റോ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ കറുവാപ്പട്ടയുടെ ഇല, അതുപോലെ ഷാഹി ജീര, വലിയ ജീരകം, കറാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെള്ളം തിളച്ച ശേഷം മാത്രമാണ് നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ, അതൊന്നും ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് വിട്ടു പോകരുത് കേട്ടോ, എന്നാലേ അരി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മളിപ്പോൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ വെള്ളം ഇപ്പോൾ വീണ്ടും നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിപ്പോൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി നന്നായിട്ട് വാർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. വെള്ളത്തോട് കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും. അപ്പോൾ അരി ചേർത്ത ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് അരി നല്ല വൈറ്റ് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ 1 ടീസ്പൂണ് റോസ് വാട്ടറും ചേർത്ത് കൊടുക്കണം, അത് വിട്ടു പോകരുത്. നല്ല ഫ്ലേവർ കിട്ടണം അരിക്ക് എങ്കിൽ ഈ റോസ് വാട്ടർ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ വേറെ സ്പൈസ് പൗഡേഴ്സ് ഒന്നും ചേർത്ത് കൊടുക്കാത്തതാണ്, അപ്പോൾ അതുകൊണ്ട് റോസ് വാട്ടർ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ അരി കുക്ക് ചെയ്യാം. പല അരിക്കും പല വേവായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു 80% അരി വെന്ത് കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ ദം ഇടുന്ന സമയത്താണ് അരി വേവൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമ്മളുടെ ചോറ് ഇപ്പോൾ ഒരു 80% കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് ചോറ് മാറ്റുക. എന്നിട്ട് വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ആയ ശേഷം ഒരു പ്ലേറ്റിലേക്ക് നമ്മളത് പരത്തി വെക്കണം. എന്നാലേ പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി റൈസ് കിട്ടുള്ളൂ. ഞാൻ എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ബിരിയാണിയിലേക്കും അതുപോലെ ഫ്രൈഡ് റൈസിലേക്കും ചോറ് എങ്ങനെ തയ്യാറാക്കുന്നതിന്, അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ടുള്ള ചോറ് ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട് 2 പ്ലേറ്റിലേക്ക്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇപ്പോൾ ഏകദേശം നല്ല തിക്കായി വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അല്പം മല്ലിയിലയും പുതിനയിലയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, ദം ഇടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മളിപ്പോൾ ഇതിലേക്ക് സ്പൈസ് പൗഡേഴ്സ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ചിക്കന് ഈ ഒരു ഗ്രേവിയിൽ നല്ല കുക്കാവണം. മുകളിൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരണം ഇതുപോലെ, കണ്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നിട്ട് മാത്രമേ ചോറ് ആഡ് ചെയ്ത് കൊടുക്കാവൂ. അപ്പോൾ ഇനി അടുത്ത പ്ലേറ്റിൽ ചോറും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചോറ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. സാധാ നമ്മൾ ദമ്മൊക്കെ ഇടുന്ന പോലെ തന്നെ. ഞാനിപ്പോൾ അല്പം നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം, കാരണം നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരുപാട് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില പുതിനയില ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ വറുത്തെടുത്ത ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള യെല്ലോ കളർ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് റോസ് വാട്ടറും പാലും യെല്ലോ ഫുഡ് കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിക്സ്ചറാണ്. നിങ്ങൾക്കിപ്പോൾ ഈ യെല്ലോ ഫുഡ് കളറിന് പകരം വേണമെങ്കിൽ സാഫ്രോൺ അഥവാ കുങ്കുമപ്പൂ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത്രയും യെല്ലോ കളർ കിട്ടില്ല. ലക്നോയി ബിരിയാണിയിൽ അല്പം യെല്ലോ കളർ കാണണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കിത് ഒരു സിൽവർ ഫോയിൽ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ, ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ. അതുപോലെ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കൂടി വെക്കുക അടച്ച് വെച്ചിട്ട് തന്നെ. അപ്പോഴേ തുറന്ന് നോക്കരുത്. ഇതിപ്പോൾ മൊത്തത്തിൽ അരമണിക്കൂർ കഴിഞ്ഞു. 20 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു. പിന്നെ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ തുറന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മളുടെ ലക്നോയി ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്ത് നോക്കാം എങ്ങനെയെന്ന്. ചോറിപ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല വൈറ്റ് കളറിലും ഇടയ്ക്ക് ഒരു യെല്ലോ കളറിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ മുകളിലെ ചോറ് ഒന്ന് മാറ്റി വെച്ചിട്ട് ചിക്കന് ഒന്ന് നോക്കാം. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഈ വീഡിയോ ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാത്തത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് അരി ഫ്രൈഡ് റൈസിലേക്കും ബിരിയാണിയിലേക്കും ഒക്കെ തയ്യാറാക്കാനുള്ള അരി എങ്ങനെ കുക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. നല്ല ഫ്രൈ ചെയ്ത പോലെ ഉണ്ട് ചിക്കനൊക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ലക്നോയി ബിരിയാണി. നല്ല സ്പെഷ്യൽ ബിരിയാണിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ബിരിയാണിയാണ്. ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പി കൂടിയാണ്. പിന്നെ ഇത് എൻ്റേതായ റെസിപ്പി അല്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു റെസിപ്പി റിക്വസ്റ്റ് വന്നപ്പോൾ ഞാൻ ഇതുവരെ ലക്നോയി ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ അറിയാവുന്നവരോടൊക്കെ ചോദിച്ചു, ഫേസ്ബുക്കിലുള്ള ഒരുപാട് ഷെഫ്മാരോടൊക്കെ ചോദിച്ചു. അപ്പോൾ അവരൊക്കെ ഓരോ റെസിപ്പി പലതും ആയിരുന്നു തന്നത്. അങ്ങനെ വരവ ഷെഫ്, സഞ്ജീവ് കപൂർ ഷെഫ് അവരുടെയൊക്കെ വീഡിയോസ് കണ്ടു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ ഓരോന്നും നോട്ട് ചെയ്തിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഐഷാസ് കിച്ചൻ ഫേസ്ബുക്ക് പേജ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക. താങ്ക്